അസ്സലാമലൈക്കും. ഇന്നത്തെ പോക്ക് വേറെ എങ്ങോട്ടുമല്ല, ചാലോടേക്കാണ്. വെക്കേഷനൊക്കെ അല്ലേ, അതുകൊണ്ട് കുറച്ച് പർച്ചേസ് ആകാമെന്ന് കരുതി ഇന്ന് പോകുമ്പോ മോനെയും കൂടി കൂട്ടി. വെയിലിന് കണ്ണ് തുറക്കാൻ പോലും പറ്റുന്നില്ല. ഇവിടുന്ന് ബസ് സ്റ്റോപ്പിലേക്ക് 5 മിനിറ്റോളം നടക്കാനുണ്ട്. പോകുമ്പോ സിസിനെയും കൂടി കൂട്ടി. ഓളാണെങ്കിൽ കൊടയെല്ലാം പിടിച്ചിട്ടാണ് വരുന്നത്. പിന്നെ ഇരുന്ന് ശരിയാകത്തോണ്ട് ഞാൻ ഒന്നും പിടിക്കാറുണ്ട്. നടന്നു പോകുമ്പോ അത് 3-4 മാങ്ങ എന്റെ കണ്ണിൽ പെട്ടത്. ഒന്നും നോക്കിയില്ല, ആ 2 മാങ്ങ എടുത്തു. അതുപോലെ തോന്നി, ആകെ അത് മാത്രമേ കണ്ടുള്ളൂ. മാങ്ങ കടിച്ചു നോക്കുമ്പോ ഭയങ്കര പുളി. ഞാൻ അവിടെ തന്നെ ഇട്ട്. അങ്ങനെ നടന്ന് ഞങ്ങൾ ബസ് സ്റ്റോപ്പിന്റെ അവിടെ എത്തി. അങ്ങനെ ആടെ എത്തി 1 സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും ബസ്സും വന്ന്. ബസ് പോകുമ്പോ അത് വല്ലാത്തൊരു വൈബാ. പണ്ട് കോളേജിൽ പോയ ഓർമ്മകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നു. സീറ്റിലിരുന്ന് പാട്ടൊക്കെ കേൾക്കാൻ ഒരു പ്രത്യേക ഫീലാണ്. അത് ഏത് വണ്ടിയിൽ പോയാലും നമുക്ക് കിട്ടൂല. അത് ബസ്സിൽ മാത്രമുള്ള ഒരു പ്രത്യേക വൈബാണ്. ഞങ്ങള് ചാലോട് എത്താനായി. ഞാൻ അവനെ നോക്കിയപ്പോ അവൻ നല്ല ഉറക്കാ. ഞാൻ വേഗം എണീപ്പിച്ചു. ഒടുവിൽ ഞങ്ങള് ചാലോട് ടൗണിലെത്തി. ബസ് അങ്ങനെ നിർത്തി. പിന്നെ ഞങ്ങള് രണ്ടാളും കൂടി ബസ്സിൽ നിന്ന് ഇറങ്ങി. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അവൻ അതിന്റെ ഇടക്ക് നൈസായിട്ട് എന്നെ കൊണ്ടൊരു കാറും കൂടി വാങ്ങിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ ഹോട്ടലും തപ്പി ഇങ്ങനെ നടക്കുമ്പോ അന്നൊരു ഹോട്ടൽ കണ്ടുപെട്ടത്. ലാസ്റ്റ് ആ ഹോട്ടലിലേക്ക് കയറി. ഇപ്പൊ ഗ്യാസിന് ക്ഷാമമായതുകൊണ്ട് ഹോട്ടലൊന്നും തുറക്കുന്നുമില്ല. അങ്ങനെ ഞങ്ങൾ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാനിരുന്ന്. മോനാ നിങ്ങൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ എല്ലാവരും പൊറോട്ടക്ക് തന്നെ പറഞ്ഞു. ബാജിക്കറിയും മുട്ടക്കറിയും അതിനും വാങ്ങിയത്. കഴിഞ്ഞ് ഞങ്ങളൊരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് വിടുന്നു. ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.